ഇന്നലെ ഞാൻ രേവതീനെ കണ്ടു കേട്ടോ, ബാങ്കിൽ വെച്ചേ. രേവതി കുറേ കാര്യങ്ങൾ, അവളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ അത് ഇതൊക്കെ കുറേ ഇങ്ങനെ പറഞ്ഞ് വിഷമിച്ചു. ഞാനും പറഞ്ഞു അങ്ങനെ എല്ലാമൊന്നും പറഞ്ഞില്ല, എന്നാലും കുറച്ചൊക്കെ നമ്മുടെ ഫാമിലി പ്രോബ്ലങ്ങളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു. കുടുംബകാര്യങ്ങളൊന്നും പറയരുത്. അങ്ങനെയല്ല, ഞാൻ വെറുതെ അവിടെ ഇരുന്നപ്പോൾ കുറേ നേരം ഇരുന്നപ്പോൾ എനിക്കൊരു എന്തോ എല്ലാ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞു കൊടുക്കരുത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വായിന്ന് വീണുപോയി. അതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്താൽ പറയരുത്. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഓർത്ത, അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. ഇനി അവള് വല്ലവരുടെ വീട്ടിൽ പോയി പറയുമോ? ഇല്ല ഇരിക്കുമല്ലേ. പിന്നെ എനിക്ക് പറഞ്ഞു പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനത്തെ അബദ്ധം എത്ര പേർക്ക് പറ്റുന്നുണ്ടാവില്ലേ? സാരമില്ല. സീക്രട്ട് എപ്പോഴും സീക്രട്ടായിട്ടിരിക്കും. എല്ലാ കാര്യങ്ങളും പറയരുത് ആരും. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുള്ള കുരുത്തക്കേടിലൊക്കെ പോയി ചാടും. ഇതെന്താ സംഭവം എന്നറിയോ? ഇന്നലെ ഞാൻ ബാങ്കിൽ പോയിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു അവിടെ വെച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സുഖമല്ലേ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണുകയാണ്. അപ്പോൾ സുഖമല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മളൊരു കുശലാന്വേഷണം ഉണ്ടല്ലോ. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് വന്നപ്പോൾ തൊട്ടടുത്ത സീറ്റിൽ അവരുടെ എന്താ പറയുക, ഫ്രണ്ടിൻ്റെ സീറ്റിൻ്റെ അടുത്തൊരു ആളെ എണീറ്റ് പോയി. അപ്പോൾ ഞാൻ അവിടെ പോയി ഇരുന്നു. ഇത് നമ്മളെല്ലാവരും ചെയ്യണതല്ലേ ഇങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വേറെ ഒന്നും പരസ്പരം ചോദിക്കാനൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കാൻ സുഖമാണോ, എന്ത് ചെയ്യണു, മക്കൾ എന്ത് ചെയ്യണു. പിന്നെ കുറേ നേരക്കാരം ഞങ്ങൾ രണ്ടുപേരും മാനേജറെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. പിന്നെ എനിക്ക് തോന്നി, എന്താ പറയണേ, ഒന്നും മിണ്ടണില്ലല്ലോ. വെറുതെ എങ്ങനെ മിണ്ടാതിരിക്കാനും കുറച്ച് നേരം ഫോണിൽ നോക്കും. അപ്പോൾ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാൻ വെറുതെ വീട്ടിലെ വിശേഷമൊക്കെ ചോദിച്ചു. അവരുടെ സഹോദരങ്ങളെയൊക്കെ ഞാൻ അറിയും. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യവും പറഞ്ഞു കുടുംബക്കാരും മൊത്തം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം നമുക്കിതേപ്പറ്റിയൊന്നും തോന്നില്ലല്ലോ. സത്യമല്ലേ? നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെയുള്ള അബദ്ധം പറ്റാറില്ലേ? ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കുടുംബക്കാര്യവും വീട്ടിലെ കാര്യങ്ങളും, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളങ്ങനെ പറഞ്ഞു പോകും. അത് കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂർ എടുത്തു ഞങ്ങൾ വർത്തമാനം പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് എണീറ്റു മാനേജറെ കാണാൻ പോയി. പിന്നെയും കുറച്ച് ഇതൊക്കെ തീർക്കാനുണ്ടായിരുന്നു. ഞാൻ വീണ്ടും അവിടെ വന്നിരുന്നു. പുള്ളിക്കാരിയും പോയി. ഇങ്ങനെ പറഞ്ഞ് ഈ ഒരു 5-6 വർഷം ഞങ്ങൾ തമ്മിൽ കണ്ടില്ലെങ്കിലും ആ 5-6 വർഷം എന്തൊക്കെ കുടുംബത്തിൽ നടന്നോ അതൊക്കെ അവിടെ വെച്ച് പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് ബാങ്കിലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോന്നു, പുള്ളിക്കാരിയും പോയി. അപ്പം ഞാൻ വരുമ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, അയ്യോ എന്തിനാ ഇതൊക്കെ പറയാൻ പോയേ, മിണ്ടാതിരുന്നാൽ പോരായിരുന്നോ, കാണുമ്പോൾ സുഖമാണോ എന്ന് ചോദിച്ചു. ഞാൻ അനാവശ്യം എന്തെങ്കിലും പറഞ്ഞോ, അല്ലെങ്കിൽ ഇവരുടെ കാര്യമൊക്കെ ഒന്ന് പറയണ്ടായിരുന്നു. പക്ഷേ ഇനി ആ പുള്ളിക്കാരി ഇനി അവിടെ എവിടെയെങ്കിലും പോയി പറഞ്ഞ് ഇനി കുടുംബകലഹം ഒന്നും കൂടി ആവുമോ? ഇങ്ങനെയുള്ള ചിന്തകൾ സംഭവിക്കാറുണ്ടോ നിങ്ങൾക്കും? ഇതുപോലുള്ള സംഭവങ്ങൾ മിക്കവർക്കും സംഭവിക്കാറുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മൾ അറിവില്ലായ്മ കൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഒരു കൂട്ടുകാരെ കാണണു, സംസാരിക്കണു, പറഞ്ഞു അങ്ങോട്ട് കാട് കയറിപ്പോവും. ഇത് ഒത്തിരി പേർക്ക് സംഭവിക്കാറുള്ളതല്ലേ. ഇതാണ് നമുക്ക് പറ്റുന്ന തെറ്റെന്ന് പറഞ്ഞാലേ, നമ്മൾ ഇങ്ങനെ സംസാരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് കുറേ നേരം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ച വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂലേ നമുക്ക് പറയാൻ. അതെന്താ അറിയോ, ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചില വിഷമങ്ങളുണ്ടാവും, നമ്മൾ അനുഭവിച്ചു പോകുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം ഉണ്ടാവും. അതില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിഷമം ചിലപ്പോൾ ആരെങ്കിലും നല്ലൊരു ഫ്രണ്ടിനെ കണ്ടു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബന്ധുവായിരിക്കാം, നമ്മുടെ ദുഃഖങ്ങളോ അല്ലെങ്കിൽ വിഷമങ്ങളോ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ബന്ധുവായിരിക്കാം അല്ലേ. അങ്ങനെ കാണുമ്പോൾ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ അവർ ഇങ്ങനെ സംസാരത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും. ഇത് ഒരിക്കലും ഒരു കുടുംബത്തിലുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞോ ഒറ്റ കൊടുക്കലോ അല്ലെങ്കിൽ
അങ്ങനെയൊന്നും ആയിരിക്കില്ല. അവരുടെ ഉള്ളിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു നോവായിട്ട് കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും വിളിച്ച് പറയണത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് പിന്നെ അന്നത്തെ ചിലപ്പോൾ രാത്രിയായിരിക്കും. അന്ന് നമ്മൾ എന്തൊക്കെ അന്ന് സംഭവിച്ചു, അല്ലെങ്കിൽ ആരൊക്കെ കണ്ടു, ആരോടൊക്കെ എന്തൊക്കെ വർത്തമാനം പറഞ്ഞു എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴേക്കും അയ്യോ ഒന്ന് ഞാനത് അങ്ങനെ പറഞ്ഞുല്ലോ, പക്ഷെ അത് പറയണ്ടായിരുന്നു. ചിലവർ നമ്മളോട് പറയില്ല, നമ്മുടെ ഉള്ളിലുള്ളത് മാത്രം ചിലവർക്ക് ഇങ്ങനെ അറിഞ്ഞെടുക്കാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പിന്നെയായിരിക്കും നമുക്ക് തോന്നണത്, ഓ അവർ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ അറിഞ്ഞു, എന്നാൽ അവരുടെ ഒന്നും അവർ പുറത്തേക്ക് പറഞ്ഞിട്ടുമില്ല, പക്ഷെ എന്തൊരു കഷ്ടം, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുല്ലോ എന്ന് നമുക്ക് തോന്നും. ഇത് ഒട്ടും മിക്ക പേർക്കും സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. ഇതെന്താ അറിയോ, നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവോ ഇങ്ങനെ കുറേ നേരം വർത്തമാനം പറയുമ്പോൾ ഒന്നും നമുക്ക് സംസാരിക്കാനൊന്നും ഇല്ലാത്ത ഒരു ഇതായിരിക്കും. എത്ര നേരം നമ്മളിങ്ങനെ മിണ്ടാതിരിക്കും. ചിലപ്പോൾ എന്താ പറയുക, ഒരു യാത്ര പോകുമ്പോഴായിരിക്കും കാണുന്നത്, ബസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു യാത്രാമധ്യയൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടുമുട്ടാറില്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയാതെ ഇങ്ങനെ ഓരോ നമ്മുടെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു പോകും. പക്ഷെ പിന്നെ ആലോചിക്കുമ്പോഴല്ലേ നമ്മുടെ തെറ്റ് നമുക്ക് മനസ്സിലാക്കണത്, പറയണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ അത് അബദ്ധമായിപ്പോയിന്നോ അങ്ങനെയൊക്കെ പിന്നെയായിരിക്കും നമുക്ക് ഒരു തിരിച്ചറിവ് വരുന്നത്. പിന്നെയായിരിക്കും ഇങ്ങനെ ഒത്തിരി എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയില്ല. ഞാൻ ഒരുപാട് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് ചിലവരുടെ ഒരു പ്രത്യേകതയാണോ. കാരണം നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ അറിയാതെയൊക്കെ ചിലവരെ ഇഷ്ടപ്പെടും, ചിലവരെ നമ്മളുടെ പോലെ നമുക്ക് തോന്നിപ്പോവും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പറഞ്ഞു പോണതായിരിക്കാം. ഓരോ പ്രാവശ്യവും നമ്മൾ ഇതുപോലെ ഓരോരുത്തരോട് ഇതുപോലെ നമ്മുടെ പൊട്ടത്തരമൊക്കെ വിളിച്ചു പറഞ്ഞ് വിഷമിച്ച് വീട്ടിൽ വന്നിട്ട് അയ്യോ വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നും. പിന്നെ നമ്മൾ അങ്ങോട്ട് പ്രതിജ്ഞ എടുക്കും, ഇനി തൊട്ട് ഞാൻ പറയില്ല ആരോടും, എൻ്റെ കുടുംബകാര്യമോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും സംഭവങ്ങളോ ഇതൊന്നും ഞാൻ ആരോടും പറയില്ല എന്നും പറഞ്ഞ് അങ്ങോട്ട് സത്യം ചെയ്യലും പ്രതിജ്ഞ എടുക്കലൊക്കെ ചെയ്യും. 2 ദിവസം കഴിയട്ടെ, ഇതേപോലെ വേറൊരാളെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് സംസാരിച്ചു പോകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് വരും. അതാണ് നമ്മുടെ മനസ്സിൽ ചിലവെന്നൊക്കെ അങ്ങനെ ചിലർക്ക്, എല്ലാവർക്കും ഒന്നും ഇല്ലായിരിക്കും, ചിലർക്ക് അങ്ങനെയൊന്നും മനസ്സിലിങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അറിയാതെ പുറത്തേക്ക് പോരും അത് മനസ്സിൽ നിന്ന്. അതാണ് ചിലവർ നമ്മൾ പറയാറില്ലേ, അയാളുടെ മനസ്സ് കെട്ടിയാണ്, അല്ലെങ്കിൽ ഭയങ്കര മനക്കട്ടിയുള്ളവനാ, ഒരു സാധനം അവൻ പുറത്തേക്ക് പറയില്ല എന്ന്. ശരിയല്ലേ. ചിലവരെ നമ്മൾ പറയും, അതിൻ്റെ ഉള്ളിൽ ശുദ്ധമാണത്, അതുകൊണ്ട് അതങ്ങനെയൊക്കെ പറയണത്, വെറും പാവാട്ടോ അത്, അങ്ങനെയും പറയും. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇനിയൊന്നും എന്താ പറയുക, ഈ ഭൂമി ഉള്ളിടത്തോളം കാലം ഞാൻ പറയുകയാണെങ്കിൽ ഈ സ്വഭാവങ്ങൾ ഇങ്ങനെ തുടരുക തന്നെ ചെയ്യും. ആർക്കും ആരെയും ഒന്നും മറച്ചു വെക്കാനും പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ അടക്കി പിടിച്ച് വെക്കാനും പറ്റില്ല. എന്നെങ്കിലും ഒരിക്കലും നമ്മൾ ആരോടെങ്കിലൊക്കെ ഇത് പറഞ്ഞു പോകും. അത് പിന്നീട് നമുക്കതൊരു ദുഃഖമായിട്ട് തോന്നുന്നത് അതും ഉണ്ടാവും. ചിലർ നമ്മളെ നന്നായിട്ട് നമ്മൾ പറയണതിൽ കാര്യമായിട്ട് എടുക്കും, ചിലവർ നമ്മളെ നെഗറ്റീവായിട്ട് എടുക്കും, അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിക്കും. അങ്ങനെ എന്ത് വേണമെങ്കിലും ആവൂലേ. പക്ഷേ ഏതായാലും കേട്ടോ, പറഞ്ഞത് പറഞ്ഞു. ഇനി ഞാനും പ്രതിജ്ഞ എടുക്കുകയാണ്, നാളെ തൊട്ട് ഇനി ആരോടെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് സുഖമാണോ, അതെ എല്ലാവരും സുഖമായിരിക്കുന്നു, അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഞാനും പ്രതിജ്ഞ എടുക്കാട്ടോ ഇന്നു മുതൽ. ഞാൻ ഇതുപോലുള്ള പൊട്ടത്തരമൊന്നും വിളിച്ച് ചോദിക്കില്ല. കുടുംബകാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ഒന്നും ആ വിഷയത്തെ പറ്റിയേ ഒരു ചർച്ചയുണ്ടാവില്ല എന്ന് ഇന്ന് ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രതിജ്ഞ എടുക്കുകയാണ്. അപ്പോൾ നാളെ കാണാട്ടോ വേറെ വീഡിയോ ആയിട്ട്. അതുവരെ എല്ലാവർക്കും